നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം. പെരിഞ്ഞനത്ത് ബാങ്കിനുള്ളിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാത്തിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. 1.5 വർഷം മുമ്പാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. ഇതിനായി 90 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. ഇറിഗേഷൻ വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ 1.5 വർഷം പിന്നിട്ടിട്ടും ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുകയാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് സാമഗ്രികളും ബോട്ട് ജെട്ടിയുടെ അടിത്തറയിൽ ഉപയോഗിക്കുന്ന കമ്പികളും വെള്ളത്തിൽ കിടന്നും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തൃപ്രയാർ, ഏനാമാവ് എന്നിവിടങ്ങളിലെ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. പെരിഞ്ഞനത്ത് ബാങ്കിനുള്ളിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണപ്പറമ്പ് ബ്രാഞ്ചിന്റെ സ്ട്രോങ് റൂമിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മുറിക്കകത്ത് ശബ്ദം കേട്ട് ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. ചാലക്കുടി ഫോറസ്റ്റിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഫോറസ്റ്റിന് കൈമാറി. പാരസെറ്റമോൾ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പഴയന്നൂർ നീളംപള്ളിയാൽ വീട്ടിൽ രാജന്റെ മകൾ 21 വയസ്സുള്ള അയന രാജനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ദിവസം 17-ാം തീയതിയാണ് ഗുളിക കഴിച്ചത്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. പുലർച്ചെ മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി. ഇതിനു സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാൻ ശ്രമം നടത്തി. പോക്സോ കേസിൽ 53-കാരന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. പെരുമ്പടപ്പ് കോടത്തൂർ സ്വദേശി തലക്കാട്ട് വീട്ടിൽ അബ്ദുള്ളക്കുട്ടിക്കാണ് ചാവക്കാട് അതിവേഗത സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 5 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 ജൂൺ മാസത്തിലും 2024 ഫെബ്രുവരി മാസത്തിലും 14 വയസ്സുള്ള ആൺകുട്ടിയെ തൊഴിയൂർ ദാറുൽ റഹ്മാൻ എത്തിയങ്കാന പള്ളി ഹാളിൽ വെച്ച് പലതവണ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. കണ്ടശങ്കടവ് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങളും സുരക്ഷയും മാർച്ച് 1 മുതൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംയുക്ത യോഗം തീരുമാനിച്ചു. മാർക്കറ്റിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് ക്യാമറകളുടെ നിരീക്ഷണം പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചു. മാർക്കറ്റിലേക്കുള്ള കവാടങ്ങളിൽ ഷട്ടറുകളോ ഗേറ്റുകളോ സ്ഥാപിക്കും. രാത്രി 10 മുതൽ രാവിലെ 4 വരെ മാർക്കറ്റ് അടച്ചിടാനും യോഗം തീരുമാനിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷയായി. അന്തിക്കാട് SHO പോൾസൺ V മാർക്കോസ്, കോർഡിനേറ്റർ ജോജു തെക്കാനത്ത്, ജനപ്രതിനിധികളായ KV ഡേവിസ്, KV വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയമ്പാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ച് കാർ മറിഞ്ഞു. പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. കാറിൽ ഉണ്ടായിരുന്ന നെന്മാറ സ്വദേശിക്ക് നിസാര പരിക്കേറ്റു. വാണിയമ്പാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ ഇടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം. എയ്യാലിൽ 14, 15, 16 വാർഡുകളിലെ കർഷകരും ജനപ്രതിനിധികളും യോഗം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഷൂട്ടർമാരായ EI അലക്സ്, KT ജെയിംസ്, MK സുദർശനൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പന്നികളെ നിർമ്മാർജ്ജനം ചെയ്യും. വാർഡ് പ്രസിഡന്റ് KM നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഗീതാരാജൻ യോഗത്തിന് നേതൃത്വം നൽകി.
മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. കൊരട്ടിയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ മുരിങ്ങൂർ പള്ളിയിലേക്ക് കടക്കുന്ന സ്ഥലത്താണ് സംഭവം. ഏകദേശം 15 അടി മുകളിൽ നിന്നാണ് സ്ലാബ് വീണത്. അടിപ്പാതക്കരികിലൂടെ വാഹനം കടന്നുപോയതിന് പിന്നാലെയാണ് സ്ലാബ് വീണത്. ഭാഗ്യം കൊണ്ടാണ് വാഹന യാത്രികർ രക്ഷപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പണികൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസം ചിറങ്ങരയിലും പാർശ്വഭിത്തി തകർന്നു വീണിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം. പെരിഞ്ഞനത്ത് ബാങ്കിനുള്ളിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.